Dear friends, welcome to Learn English Grammar with Madhu. In the last class, I told you something about either or, the conjunction, coordinative conjunction or correlative conjunction. അപ്പോൾ എവിടെയാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഐതർ അടുത്ത വ്യത്യാസം മുമ്പ് ഓർ വയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഐതർ ഓർ കഴിഞ്ഞു. Today I am going to tell you about the opposite of either or, that is neither nor. Neither nor എന്ന് പറയുന്ന ഒരു കോറിലേറ്റീവ് അല്ലെങ്കിൽ കോർഡിനേറ്റീവ് കൺജങ്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഐതർ ഓറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഐതർ ഓർ ഉപയോഗിച്ച പോലെ തന്നെ രണ്ട് വാചകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാനാണ് നൈതർ നോറും ഉപയോഗിക്കുന്നത്. ഞാൻ ഐതർ ഓറിൽ പറഞ്ഞു രണ്ട് വാചകങ്ങൾ കൂട്ടി എഴുതുമ്പോൾ ആ രണ്ട് വാചകത്തിൽ ഒന്നുകിൽ സബ്ജക്റ്റിൽ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ വെർബ് വ്യത്യാസം ഉണ്ടായിരിക്കാം. വ്യത്യാസം എവിടെ കാണുന്നുവോ അതിന് തൊട്ട് മുമ്പ് നൈതർ വയ്ക്കണം. അടുത്ത വ്യത്യാസം കഴിഞ്ഞ ഉടനെ നോർ വയ്ക്കണം. ഇത് തന്നെയാണ് ഐതർ ഓറിലും. നൈതർ ഓറിലും അതേപോലെ തന്നെ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ട് വാചകം തന്നു, അതിൽ സബ്ജക്റ്റുകളാണ് വ്യത്യാസമുണ്ടെങ്കിൽ നൈതർ ആദ്യം വെച്ചു, അടുത്തത് നോർ വെച്ചു, പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് എഴുതി. അതുപോലെ ചിലപ്പോൾ വാചകങ്ങൾ ഒബ്ജക്റ്റുകളാവും വ്യത്യാസം. ഒബ്ജക്റ്റ് സാധാരണ അവസാന ഭാഗത്തേക്കാണ് വരിക. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണോ വ്യത്യാസം കാണുന്നത് അതിന് തൊട്ട് മുമ്പ് നൈതർ വയ്ക്കുക. അത് ഒരു വ്യത്യാസം വെച്ച ഉടനെ നോർ വയ്ക്കുക, അടുത്ത വ്യത്യാസം വയ്ക്കുക. ഇനി പ്രെഡിക്കേറ്റാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ വെർബ് വ്യത്യാസം വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഞാൻ അവനെ പോകാൻ അനുവദിച്ചുമില്ല, മറ്റുള്ളവരെ പോകാൻ അനുവദിച്ചുമില്ല. അപ്പോൾ പോകുക എന്നുള്ളതൊരു വെർബ്, അനുവദിക്കുക എന്നുള്ളത് വേറെ വെർബ്. അപ്പോൾ ഈ വാചകത്തിൽ വെർബുകളാണ് വ്യത്യാസം വരുന്നത്. വെർബുകൾ വ്യത്യാസം വരുമ്പോൾ എന്താ വെച്ചാൽ നോറ് കഴിഞ്ഞ ഉടനെ ഒരു ഇൻവേർഷൻ വരും. അതായത് സബ്ജക്റ്റും സഹായക്രിയയും മറഞ്ഞു വരും. നമ്മൾ വെർബിൽ നിന്ന് സഹായക്രിയ പൊളിച്ച് സബ്ജക്റ്റിന് മുമ്പിടും. എന്നിട്ട് ഡു ഐ അലൗ എന്നുള്ള സബ്ജക്റ്റ് ആദ്യം സഹായക്രിയ വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ വെർബിൻ്റെ ബേസ് രൂപം വരും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇനി ഇതിൻ്റേതെല്ലാം ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വീട്ടിലിരുന്ന് എഴുതി പഠിക്കുക. അടുത്ത ദിവസം ആകുമ്പോഴേക്കും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും അത് നല്ലപോലെ തറവാക്കുക, മിടുക്കന്മാരായി പഠിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ബോർഡിലേക്ക് പോകാം. അതാണ് ഐ ഡു നോട്ട് ഗോ ടു ടെമ്പിൾ. അമ്പലത്തിലേക്ക് പോകുന്നില്ല. ഐ ഡു നോട്ട് ഗോ ടു ചർച്ച്. ചർച്ചിലേക്കും പോകുന്നില്ല. കാര്യം ഈ ടെമ്പിൾ ചർച്ച് എന്നുള്ളത് ഈ വാചകത്തിലെ ഒബ്ജക്റ്റ് അല്ലെങ്കിലും വ്യത്യാസങ്ങൾ ഇവിടെയാണ്. അപ്പോൾ വ്യത്യാസം എവിടെ കാണുന്നുവോ അതിന് തൊട്ട് മുമ്പ് നൈതർ വയ്ക്കണം, അത് കഴിഞ്ഞ് നോർ വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ഡു നോട്ട് പകരം ഐ ഗോ നൈദർ ടു ടെമ്പിൾ നോർ ടു ചർച്ച് അങ്ങനെ വയ്ക്കേണ്ടി വരും. ഐ ഗോ വെർബിന് വ്യത്യാസമില്ല, ഡു പ്ലസ് ഗോ എന്നതായി നോട്ട് വരും നൈദർ വയ്ക്കുക. അപ്പോൾ ഐ ഗോ നോട്ടിന് വരും നൈദർ ആയില്ലേ, നൈദർ ടു ടെമ്പിൾ നോർ ടു ചർച്ച്. ഇതാണ് ഈ വാചകത്തിൻ്റെ വ്യത്യാസം. അടുത്ത വാചകം രണ്ടാമത്തെ എക്സാമ്പിൾ, ഐ ഡു നോട്ട് ഈറ്റ് മീറ്റ്. ഞാൻ മാംസം കഴിക്കാറില്ല. മൈ സൺ ഡസ് നോട്ട് ഈറ്റ് മീറ്റ്. എൻ്റെ മകനും മാംസം കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെ വ്യത്യാസം? ഒന്നും സബ്ജക്റ്റ് ഐ ആണ്, ഒന്ന് സബ്ജക്റ്റ് മൈ സൺ ആണ്. വ്യത്യാസം എവിടെ കാണുന്നുവോ അതിന് തൊട്ട് മുമ്പ്. അപ്പോൾ നൈദർ ഐ നോർ മൈ സൺ ഈറ്റ് മീറ്റ്. നൈദർ ഐ നോർ മൈ സൺ ഈറ്റ്സ്. എന്താ ഈറ്റ്സ് എന്ന് വയ്ക്കാൻ കാരണം ഐദർ ഓറോ നൈദർ ഓറോ നോട്ട് ഓൺലി ബട്ട് ആൾസോ കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് അഗ്രി ചെയ്യണം. അപ്പോൾ ഡു ഐ കഴിഞ്ഞാൽ ഗോ എന്നാണ്, നോർ അതെ സോറി ഈറ്റ്സ് രണ്ടാമത്തെ സബ്ജക്റ്റ് വയ്ക്കുമ്പോൾ ഏക സബ്ജക്റ്റ് വരുന്നത് അത്. അപ്പം അതിന് ഇത് ഏകവചനമായതുകൊണ്ട് ഇതിൻ്റെ കൂടെ എസ് ചേർത്ത് എഴുതണം. മനസ്സിലായില്ലേ? മറിച്ച് പറയുമ്പോൾ നൈദർ മൈ സൺ നോർ ഐ ഈറ്റ് മീറ്റ് ഇതേ വരാൻ പാടുള്ളൂ. അപ്പോൾ നൈദർ നോറോട് രണ്ട് സബ്ജക്റ്റുകൾ വ്യത്യാസം സബ്ജക്റ്റിൽ യോജിപ്പിക്കുമ്പോൾ
രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാ? മൈ സൺ ആണ്. ആയതുകൊണ്ട് ഇവിടെ ഇറ്റ്സ് വെച്ചു. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പ്രശ്നം വരില്ല, അത് പ്രസന്റ് ടെൻസ് ആകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നൈദറായി, ഞാനുമില്ല എൻ്റെ മകനുമില്ല മാംസം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാംസം കഴിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ പറയുന്ന ആൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഇതിനടിസ്ഥാനപ്പെടുത്തി ഈറ്റ്സ് വെക്കുന്നത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ഐ ഡു നോട്ട് ഈറ്റ് മീറ്റ്. ഞാൻ മാംസം കഴിക്കാറില്ല. ഐ ഡു നോട്ട് അലൗ അതേഴ്സ് ടു ഈറ്റ് മീറ്റ്. ഞാൻ മറ്റുള്ളവരെ കഴിക്കാനും അനുവദിക്കാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം? കഴിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. അപ്പോൾ വെർബുകൾ തമ്മിലാണ് വ്യത്യാസം. അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? ഐ നൈദർ ഈറ്റ് മീറ്റ് നോർ എന്താ ഡു നോട്ട് ഡു ഐ നോക്കിയപ്പോൾ അലൗ അതേഴ്സ് ടു ഈറ്റ് മീറ്റ്. ഇവിടെ ഒരു വ്യത്യാസം വരാനുണ്ട്. നമ്മൾ വെർബുകൾ വ്യത്യാസം വരുമ്പോൾ രണ്ടാമത്തെ വെർബിന് തൊട്ടുമുമ്പായിട്ട് ഇൻവേർഷൻ വരും. ഇൻവേർഷൻ വരാന്ന് പറഞ്ഞാൽ ഐ ഡു എന്നുള്ള എന്തായി മാറും? ഡു ഐ എന്നായി മാറും. അതാണ് ഇൻവേർഷൻ. ഇപ്പം നമ്മൾ ഈ രണ്ട് വിരലുകളുണ്ടെന്ന് വിചാരിക്കുക, ഇൻവേർഷൻ വരുമ്പോൾ തിരിച്ചിടുക എന്നുള്ള അർത്ഥം. ഇൻവെർട്ടർ പോകാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഐ ഡു നോട്ട് അലൗ എന്നുള്ളത് എന്താക്കി നോക്കുക? ഡു ഐ അലൗ അതേഴ്സ് ടു ഈറ്റ് മീറ്റ്. ഐ നൈദർ ഈറ്റ് മീറ്റ്. ഞാൻ മാംസം കഴിക്കാറില്ല എന്ന് മാത്രമല്ല ഞാൻ മറ്റുള്ളവരെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാറുമില്ല. അപ്പോൾ ഒന്ന് ഡു നോട്ട് ഈറ്റ്, ഡു നോട്ട് അലൗ വ്യത്യാസങ്ങളുണ്ട്. സബ്ജക്റ്റ് ഒക്കെ ഒന്ന് തന്നെ. ടു ഈറ്റ് മീറ്റ് അതിന് വ്യത്യാസമില്ല. വെർബിലാണ് വ്യത്യാസം. അപ്പോൾ വെർബിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഇൻവേർഷൻ വരുന്നുള്ള തലതിരിഞ്ഞ് വരും. ഇൻവെർട്ടർ പോകാതൊക്കെ ഉണ്ടാവും നമ്മൾ. അതെ. അപ്പോൾ ഐ നൈദർ ഈറ്റ് മീറ്റ് നോർ ഐ ഡു നോട്ട് എന്നല്ല, നോർ ഡു ഐ അലൗ എന്നൊരു സബ്ജക്റ്റിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നൈദർ നോർ ഐദർ നോർ പോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ മാത്രം ഒബ്ജക്റ്റാണ് വ്യത്യാസത്തിന് തൊട്ട് മുമ്പ്, സബ്ജക്റ്റാണ് വ്യത്യാസം സബ്ജക്റ്റിന് തൊട്ട് മുമ്പ്, വെർബാണ് വ്യത്യാസം വെർബിന് തൊട്ട് മുമ്പ്. പക്ഷെ വെർബ് വ്യത്യാസം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സബ്ജക്റ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഗ്രി ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ എവിടെയാ സൺ ഈറ്റ്സ് നോക്കുന്നത്. മനസ്സിലായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സബ്ജക്റ്റുകൾ തമ്മിലെ കൂട്ടുറയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റുമായി സണ്ണാണ്. അതുകൊണ്ട് എസ് കൂട്ടി എഴുതി, സിംഗുലർ ആയതുകൊണ്ട് എസ് കൂട്ടി എഴുതി. ഇതാണ് നൈദർ നോറിൻ്റെ പ്രയോഗം. നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ ഇത് ഓരോ എക്സാമ്പിളും ഈ 2 പ്രാവശ്യം ഇരുന്ന് എഴുതുക. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളാം, ഞാനത് മറുപടി പറയാം. നാളെ ഒരാൾ എന്നോട് നേരിട്ട് വിളിച്ചു നോക്കിയിട്ടുണ്ടായി, മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സയൻസ് പോലെ അല്ല, ഇത് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ പല ഭാഗത്തും പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരിക്കാം, ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കാം. എന്നാലും 99% ഇങ്ങനെ തന്നെ ആയി പോവാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐദർ ഓർ കഴിഞ്ഞു, നൈദർ നോറായി. ഈ നൈദർ നോറ് ഈ എക്സാമ്പിൾ എഴുതി പഠിക്കുക. സബ്ജക്റ്റാണോ വെർബാണോ ഒബ്ജക്റ്റാണോ വ്യത്യാസം എന്ന് കണ്ട് അതിനനുസരിച്ച് ഉപയോഗിക്കുക. എൻ്റെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.